ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്ന യൂണിറ്റിലെ രണ്ടാമത്തെ MCQ ഡിസ്കഷനാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ കുറച്ച് പോർഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു, ഒന്നാമത്തെ രണ്ടാമത്തെ ക്ലാസ്. ഇന്ന് 3ഉം 4ഉം ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മെയിനായിട്ട് വരുന്ന വെൽഡിംഗ് പ്രോസസ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ഫ്രിക്ഷൻ വെൽഡിംഗ് ഉണ്ട്, ദെൻ ലേസർ ബീം വെൽഡിംഗ് ഉണ്ട്, ദെൻ EBW ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഉണ്ട്, ദെൻ റെസിസ്റ്റൻസ് വെൽഡിംഗ് ഉണ്ട്. സോ ഇത്രയും വെൽഡിംഗ് പ്രോസസ്സുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മാക്സിമം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു MCQ ഡിസ്കഷനാണ്. സോ നിങ്ങൾ ആൻസർ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രിക്ഷൻ വെൽഡിംഗ് പ്രൊഡ്യൂസസ് വെൽഡ് ഡ്യൂ ടു electrode melting, workpiece melting, relative motion between the workpiece, adhesive force between the workpiece particle. ഏതാണ് ആൻസർ? പറയൂ ആൻസർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലെ, റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ വർക്ക് പീസസ്. സോ ഫ്രിക്ഷൻ വെൽഡിംഗ് എന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് നോക്കുകയാണെങ്കിൽ, രണ്ട് വർക്ക് പീസുകൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യും. ഈ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്യും, ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിച്ച് അത് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് അല്ലെ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ വർക്ക് പീസസ്. റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ വർക്ക് പീസസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, in friction welding the material is deformed due to elastic deformation, plastic deformation, ductile deformation and brittle deformation. ഏതാണ്? പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. സോ അവിടെ സംഭവിക്കുന്ന ഡിഫോർമേഷൻ പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഓപ്ഷൻ ബി, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ് ഇൻവോൾവ്സ് എ റൊട്ടേറ്റിംഗ് ടൂൾ ആൻഡ് എ സ്റ്റേഷനറി വർക്ക് പീസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ വെൽഡിങ്ങിലാണ് ഒരു റൊട്ടേറ്റിംഗ് ടൂളും സ്റ്റേഷനറി വർക്ക് പീസും ഉള്ളത്? ലീനിയർ ഫ്രിക്ഷൻ വെൽഡിംഗ്, ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ്, റോട്ടറി ഫ്രിക്ഷൻ വെൽഡിംഗ്, ഇനേർഷ്യ ഫ്രിക്ഷൻ വെൽഡിംഗ്. ഏതിലായിരുന്നു ഒരു റൊട്ടേറ്റിംഗ് ടൂൾ വരുന്നത്? ഓർക്കുന്നുണ്ടോ? ഫ്രിക്ഷൻ സ്റ്റിയർ വെൽഡിംഗ് ആണോ? അതെ അതെ, ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ്. ഓർക്കുന്നുണ്ടോ? നമ്മൾ രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ അഡ്ജസ്റ്റന്റ് ആയിട്ട് വെക്കും, ദെൻ ഇവിടെ ഇങ്ങനെ ഒരു ടൂള്, ഇവിടെ ഇങ്ങനെ ടൂള് മൂവ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യും. സോ അതിനെയായിരുന്നു ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് റൊട്ടേറ്റിംഗ് ടൂളും സ്റ്റേഷനറി വർക്ക് പീസും വരുന്നത്. സോ ഓപ്ഷൻ ബി, ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ്, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ റൂബി റോഡ് ഇൻ എ ലേസർ ബീം വെൽഡിംഗ് സിസ്റ്റം? ലേസർ ബീം വെൽഡിംഗ് സിസ്റ്റത്തിൽ റൂബി റോഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന്? Option A, to generate high voltage for the flash lamp. Option B, to focus the laser beam on the workpiece, to store and emit laser light when it is stimulated, to shield the workpiece from atmospheric contamination. ഓപ്ഷൻ സി. Option C, to store and emit laser light when stimulated. അല്ലെ, റൂബി റോഡിനകത്തു നിന്നാണ് ലേസർ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതിൽ ലേസർ ബീം വെൽഡിങ്ങിനകത്ത് ആ കമ്പോണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത്, ഇൻ ലേസർ ബീം വെൽഡിംഗ് വാട്ട് റോൾ ഡസ് ദ ഫ്ലാഷ് ലാമ്പ് പ്ലേ? ഓക്കെ, സോ ഫ്ലാഷ് ലാമ്പിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ISR ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ, ഇറ്റ് ഫോക്കസ് ദ ലേസർ ബീം ഓൺ ദ വെൽഡ് ഏരിയ, it generates the electrical energy required for welding, it emits a burst of light that excites the ruby rod, it cools down the workpiece after welding. ഓപ്ഷൻ സി. ഓപ്ഷൻ സി, it emits the burst of light. അല്ലെ, ഫ്ലാഷ് ലാമ്പ് വെച്ചിട്ടായിരുന്നു ആദ്യമേ നമ്മൾ എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? റൂബി റോഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി, it emit a burst of light that excites the ruby rod. റൂബി റോഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്നത് ഫ്ലാഷ് ലാമ്പാണ്. നെക്സ്റ്റ് ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ലേസർ ബീം വെൽഡിംഗ്? താഴെ തന്നിരിക്കുന്നത് ലേസർ ബീം വെൽഡിങ്ങിന്റെ ലിമിറ്റേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, ഹൈ ഇനിഷ്യൽ കോസ്റ്റ്, മിനിമൽ ഹീറ്റ് എഫക്റ്റഡ് സോൺ, പ്രിസൈസ് കൺട്രോൾ ഓവർ വെൽഡ് ഏരിയ. ചിലത് നമുക്ക് ലിമിറ്റേഷൻ ആയിട്ട് തന്നെ നമുക്ക് തോന്നില്ല, അത് ഒഴിവാക്കാം. ബാക്കിയുള്ള ഓപ്ഷനിൽ നിന്ന് ഏതാണ് ആൻസർ എന്ന് പറയാമോ? ലേസർ ബീം വെൽഡിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹൈ ഇനിഷ്യൽ കോസ്റ്റ് അല്ലേ? ഓപ്ഷൻ ബി. അതെ അതെ,
ഓപ്ഷൻ ബി ഹൈ ഇനിഷ്യൽ കോസ്റ്റ്. ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആണ് എൻ്റെ ലിമിറ്റേഷൻ. നെക്സ്റ്റ് ഈസ് ഡ്യൂറിങ് ഫ്രിക്ഷൻ വെൽഡിംഗ് ഇനിഷ്യലി ലോ പ്രഷർ ഈസ് അപ്ലൈഡ്. വൈ? ഗേറ്റിന് വെച്ചിരുന്ന തന്നെ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ടു ചെക്ക് വെൽഡബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ, ഫോർ ഇനിഷ്യൽ ക്ലീനിങ് ഓഫ് ദ സർഫസ്, ടു സ്ലോലി ഇൻക്രീസ് ദ സർഫസ് ടെമ്പറേച്ചർ, ടു റിമൂവ് ഓക്സിഡേഷൻ ഫ്രം ദ സർഫസ്. ഓപ്ഷൻ ഏതാണെന്നറിയോ? ഇനീഷ്യൽ ക്ലീനിങ് ഓഫ് ദ സർഫസ് ആണ്. അതെ അതെ, ഇനിഷ്യൽ ക്ലീനിങ് ഓഫ് ദ സർഫസ് തന്നെയാണ്. ഇനിഷ്യൽ ക്ലീനിങ് ഓഫ് ദ സർഫസ്. നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഡിയും ഒരു പരിധിവരെയൊക്കെ പറയാം, ടു റിമൂവ് ദ ഓക്സിഡേഷൻ ഫ്രം ദ സർഫസ് എന്നൊക്കെ പറഞ്ഞിട്ട്, മീൻസ് ഓൾറെഡി എന്തെങ്കിലും ഓക്സൈഡ്സ് അവിടെ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ. പക്ഷേ ജനറലി നമുക്ക് ഓക്സൈഡ്സ് മാത്രമല്ല, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ ഡസ്റ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും റിമൂവ് ചെയ്യാം. ഒരു ക്ലീനിങ് ചെയ്ത ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൻ ദോ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ പ്രഷറിൽ ആദ്യം റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഓക്സൈഡ് ലെയർ ഉണ്ടെങ്കിൽ അതുകൂടെ പോകും എന്നുള്ളതാണ്. സോ കറക്റ്റ് ആൻസർ ഇനിഷ്യൽ ക്ലീനിങ് ഓഫ് ദ സർഫസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ്. ഫ്രിക്ഷൻ വെൽഡിങ്ങിന്റെ ലിമിറ്റേഷൻ ഏതാണെന്ന്? ക്യാൻ ഓൺലി ജോയിൻ മെറ്റൽസ് ഓഫ് ഈക്വൽ തിക്നെസ്, ഇറ്റ് റിക്വയർസ് എ ഹൈലി സ്കിൽഡ് ഓപ്പറേറ്റർ, cannot join dissimilar materials, limited to circular and flat cross sections. എന്താണ് ആൻസർ എന്നറിയോ? ഓപ്ഷൻ ഡി. കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി. സർക്കുലർ ആൻഡ് ഫ്ലാറ്റ് ക്രോസ് സെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിക്ഷൻ വെൽഡിംഗ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് സർക്കുലർ ആയിരുന്നു. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ സർക്കുലർ റോഡ് അൺമ്യൂട്ട് ചെയ്യുകയോടെ സർക്കുലർ റോഡും ട്യൂബും ഒക്കെ ജോയിൻ ചെയ്യാനായിരുന്നു. പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ്ങും ദെൻ ഫ്ലാറ്റ് സർഫസുകൾ വെൽഡ് ചെയ്യാനുള്ള. എനിവേ കോംപ്ലക്സ് ജോമെട്രീസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഏത് ഫ്രിക്ഷൻ വെൽഡിംഗ്. സോ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സർക്കുലർ ആൻഡ് ഫ്ലാറ്റ് ക്രോസ് സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് ഈസ് കറക്റ്റ്. തന്നിരിക്കുന്നതിൽ ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ്ങിനെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത്? ഇറ്റ് യൂസസ് എ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ലേസർ റേഡിയേഷൻ, എ നോൺ കൺസ്യൂമബിൾ റൊട്ടേറ്റിംഗ് ടൂൾ ഈസ് യൂസ്ഡ്, ഇറ്റ് ക്യാൻ വെൽഡ് ഓൺലി ഫെറസ് മെറ്റൽ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഫ്രിക്ഷൻ വെൽഡിംഗ് അല്ല, ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലെ, എ നോൺ കൺസ്യൂമബിൾ റൊട്ടേറ്റിംഗ് ടൂൾ ഈസ് യൂസ്ഡ്. നമ്മൾ നേരെ തിരിച്ച് ഇതിന്റെ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൊട്ടേറ്റിംഗ് ടൂളും സ്റ്റേഷനറി വർക്ക് പീസും യൂസ് ചെയ്യുന്ന ഏതിനാണെന്ന്. അതിന്റെ നേരെ തിരിച്ച് ചോദിച്ചിരിക്കുന്നു. ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്? നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഒരു റൊട്ടേറ്റിംഗ് ടൂള് യൂസ് ചെയ്യുന്നുള്ളതാണ് കറക്റ്റ്. നെക്സ്റ്റ് ഈസ് ഫ്രിക്ഷൻ വെൽഡിംഗ് ഡസ് നോട്ട് റിക്വയർ, DRDO ഒക്കെ ചോദിച്ചാണ്, ഫ്ലെക്സ്, ഷീൽഡിംഗ് ഗ്യാസ്, ഫില്ലർ മെറ്റീരിയൽ, ഓൾ ഓഫ് ദ അബവ്. ഫ്രിക്ഷൻ വെൽഡിങ്ങിന് വേണ്ടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഓഫ് ദി ഓൾ ഓഫ് ദ അബവ് അല്ലെ. ഫ്രിക്ഷൻ വെൽഡിങ്ങിൽ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്തില്ല. ഫ്ലെക്സ് യൂസ് ചെയ്യില്ല, ഷീൽഡിംഗ് ഗ്യാസ് ഇല്ല, ഫില്ലർ മെറ്റീരിയൽ ഇല്ല. സോ ഓൾ ഓഫ് ദ അബവ്. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബവ്. ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ കനോട്ട് ബി ഫ്രിക്ഷൻ വെൽഡഡ് എഫക്റ്റീവ്ലി. എഫക്റ്റീവായിട്ട് ഫ്രിക്ഷൻ വെൽഡ് ചെയ്യാൻ പറ്റാത്ത മെറ്റൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ടൈറ്റാനിയം, ലോ കാർബൺ സ്റ്റീൽ, ലെഡ്, അലൂമിനിയം. ഓപ്ഷൻ സി. ലെഡ് ആണ് അല്ലെ, ഓപ്ഷൻ സി ലെഡ് അല്ലെ. ലെഡ് ആണ്. അതിന് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ കുറവാണ്ട് തന്നെ ഫ്രിക്ഷൻ വെൽഡിങ് വെച്ചിട്ടും അതുപോലെ നമുക്ക് ഫ്രിക്ഷൻ കൊടുത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ഫ്രിക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ബെൻഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ലെഡ്. അതിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്തും ഒക്കെ കുറവായത് കൊണ്ട് തന്നെ ലെഡ് നമ്മൾ ഫ്രിക്ഷൻ വെൽഡിങ് വെച്ചിട്ട് ചെയ്യാറില്ല. ദെൻ വിച്ച് മെറ്റീരിയൽ പ്രോപ്പർട്ടി ഈസ് ക്രിട്ടിക്കൽ ഫോർ എഫക്റ്റീവ് ലേസർ വെൽഡിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് പ്രോപ്പർട്ടിയാണ് ലേസർ വെൽഡിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്? എഞ്ചിനീയറിംഗ് സർവീസിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ലോ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റിഫ്ലക്ടിവിറ്റി, അബ്സോർപ്റ്റിവിറ്റി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ദെൻ വേറെ എനി ഓപ്ഷൻ? ഓക്കെ, സി റിഫ്ലക്ടിവിറ്റി ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, കറക്റ്റ് ആണ്. പക്ഷേ ഹൈ റിഫ്ലക്ടിവിറ്റി കൂടുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും പ്രശ്നം? വെൽഡ് ചെയ്യാൻ പറ്റുമോ, വെൽഡിങ് ഡിഫിക്കൽട്ട് ആവുമായിരിക്കുമോ? വന്ന് ഹിറ്റ് ചെയ്യുന്ന ലേസർ ബീമിനെ അത് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ. എന്താണ് ശരിക്കും നമുക്ക് ലേസർ ബീം വെൽഡിങ്ങിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ആ ഹീറ്റ് ജനറേഷൻ സംഭവിക്കുന്നത്? വന്ന് ഹിറ്റ് ചെയ്യുന്ന ലേസർ ബീമിലുള്ള എനർജിയെ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യണം.
അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ലേസർ ബീമിന്റെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. സോ കൺവേർട്ട് ആയി എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്ത് ജോയിന്റ് ആവും. സോ റിഫ്ലക്റ്റ് ആയി പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് അത് വെൽഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് നമുക്ക് വെൽഡ് ചെയ്യാൻ, ലേസർ ബീം വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. സോ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ ക്രിട്ടിക്കൽ എന്ന് വെച്ചിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ ഹൈ റിഫ്ലക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റില്ല. സോ ഏതായിരിക്കും പിന്നെ വരിക, ഓപ്ഷൻ ഏതായിരിക്കും? ഡി, അബ്സോർപ്റ്റിവിറ്റി. ശരിക്കും അബ്സോർപ്റ്റിവിറ്റി നല്ല മെറ്റീരിയൽ ആണെങ്കിലാണ് ലേസർ ബീം വെൽഡിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അബ്സോർപ്റ്റിവിറ്റി മീൻസ് നത്തിങ്, നമുക്ക് ഒരു ലേസർ ബീം അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സ് ഒന്ന് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് പറയുന്ന പേരാണ് അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ആ എനർജിയെ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലിന് മാത്രമേ ആ എനർജിയെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് മെൽറ്റായി ജോയിൻ ആകാൻ പറ്റുള്ളൂ. റിഫ്ലക്റ്റിവിറ്റി കൂടുന്തോറും നമുക്ക് ലേസർ ബീം വെൽഡിങ് വെച്ചിട്ടുള്ള വെൽഡിങ് ഡിഫിക്കൽട്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ അബ്സോർപ്റ്റിവിറ്റി ആണ് നമുക്ക് വേണ്ട പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അബ്സോർപ്റ്റിവിറ്റി. ഓക്കെ, ഓപ്ഷൻ ഡി, അബ്സോർപ്റ്റിവിറ്റി. നെക്സ്റ്റ് ഈസ്, ഇൻ ലേസർ ബീം വെൽഡിംഗ് ദ ഹീറ്റ് അഫക്റ്റഡ് സോൺ ഈസ് ലാർജ് ആൻഡ് വൈഡ്, മിനിമൽ ആൻഡ് ലോക്കലൈസ്ഡ്, ഡീപ്പ് ആൻഡ് നാരോ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഡീപ്പ് ആൻഡ് നാരോ. ഓപ്ഷൻ സി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് മിനിമൽ ആൻഡ് ലോക്കലൈസ്ഡ്. നമുക്ക് ഹീറ്റ് അഫക്റ്റഡ് സോൺ ഒരുപാടില്ല. പെനട്രേഷൻ ആണ്, നമുക്ക് വെൽഡിംഗ് പെനട്രേഷൻ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഡീപ്പ് എന്നൊക്കെ പറയാം അല്ലെ. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഹീറ്റ് അഫക്റ്റഡ് സോൺ ആണ്. ഹീറ്റ് അഫക്റ്റഡ് സോൺ വളരെ ചെറിയൊരു ഏരിയയിലേക്ക് നാരോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് കൊടുക്കുന്നത്. വളരെ കുറച്ച് പോർഷനിലുള്ള, അതുകൊണ്ട് തന്നെ ഹീറ്റ് അഫക്റ്റഡ് സോൺ വളരെ മിനിമം ആയിരിക്കും. ബാക്കിയുള്ളതിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം, ബാക്കി വെൽഡിംഗ് മെത്തേഡ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ചെറിയൊരു ഏരിയ മാത്രമേ ഹീറ്റ് അഫക്റ്റഡ് സോൺ കാണൂ. ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മെറ്റീരിയൽ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ വെൽഡ് ചെയ്യുന്ന ഏരിയയിൽ അതിന്റെ തൊട്ടടുത്തുള്ള പോർഷനോട് എന്ത് ചെയ്യും, ഹീറ്റ് ആവും. സോ ആ ഹീറ്റ് ആയതിനു ശേഷം അതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആകാൻ തുടങ്ങും. സോ ഈ ഒരു ഏരിയയാണ് നമ്മൾ വെൽഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ഒരു ലൈനിൽ മാത്രമാണെങ്കിലും, പക്ഷെ ആ ലൈൻ മാത്രമായിരിക്കത്തില്ല എഫക്റ്റ് ആവുന്നത്, അതിന്റെ തൊട്ടടുത്തുള്ള കുറച്ച് ഏരിയയും കൂടെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവും. സോ ഇനിയാണ് നമ്മൾ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. അത് ഏറ്റവും കുറവ് വരുന്നത് ലേസർ ബീം വെൽഡിങ്ങിലാണ്. കറക്റ്റ് പ്രിസൈസ് ആയിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അതിന്റെ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് വളരെ മിനിമലും ലോക്കലൈസ്ഡും ആയിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് മിനിമൽ ആൻഡ് ലോക്കലൈസ്ഡ്. Next is, what is a major safety concern in laser beam welding? Explosion risk, harmful UV radiation, high reflectivity causing eye damage, melting of surrounding materials. ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലെ, ഹൈ റിഫ്ലക്ടിവിറ്റി കോസിങ് ഐ ഡാമേജ്. ഈ ലേസർ ബീം വെൽഡിങ്ങിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. കാരണം ലേസർ ബീം ഹിറ്റ് ചെയ്ത് റിഫ്ലക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം ഒരു കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയലും ഇല്ല. നമുക്ക് അബ്സോർബിലിറ്റി കൂടുന്നതോറും മെറ്റീരിയലിന്റെ വെൽഡബിലിറ്റി കൂടുന്നു എന്നുള്ളത് ശരിയാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്ന ആ ലേസർ ബീമിനെ 100% അബ്സോർബ് ചെയ്യാൻ ഒരു മെറ്റീരിയലിനും പറ്റില്ല. കുറച്ചെന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. സോ ഈ റിഫ്ലക്ട് ചെയ്യുന്ന ലേസർ ബീംസ് ഇറ്റ് ഈസ് ഡാമേജ് ടു ഐ. സോ അതുകൊണ്ട് ഐ പ്രൊട്ടക്ഷൻ ഒക്കെ നല്ലപോലെ വേണം. സോ ദാറ്റ് ഈസ് എ വെരി സേഫ്റ്റി കൺസേൺ. ഏതാണ്? ഹൈ റിഫ്ലക്ടിവിറ്റി കോസിങ് ഐ ഡാമേജ്. ഓക്കെ, നെക്സ്റ്റ് ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ലേസർ ബീം വെൽഡിംഗ്? താഴെ തന്നിരിക്കുന്നതിൽ ലേസർ ബീം വെൽഡിങ്ങിന്റെ അഡ്വാൻറ്റേജ് ഏതാണ്? ഹൈ എനർജി എഫിഷ്യൻസി, എബിലിറ്റി ടു വെൽഡ് റിഫ്ലക്റ്റീവ് മെറ്റൽസ്, ഹൈ സ്പീഡ് ആൻഡ് പ്രിസിഷൻ, മിനിമൽ എക്യുപ്മെന്റ് കോസ്റ്റ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഹൈ സ്പീഡ് ആൻഡ് പ്രിസിഷൻ. പ്രിസിഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വളരെ പ്രിസൈസ് ആയിട്ട് എവിടെ വെൽഡ് ചെയ്യണോ അവിടെയൊക്കെ വെൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ സർക്യൂട്ട്സ് വെൽഡ് ചെയ്യാനും അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് വെൽഡ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞത്. വളരെ വളരെ ചെറിയ മെറ്റൽസ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽഡ് ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം വെൽഡ് ചെയ്തൊക്കെ പോകാനൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഓട്ടോമൊബൈലിന്റെ അകത്തൊക്കെ ചില പോർഷൻസ് വെൽഡ് ചെയ്യാനും ഒക്കെ, ഷീറ്റ്സ് ഒക്കെ വെൽഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ലേസർ ബീം വെൽഡിംഗ്. സോ ദെൻ അഗൈൻ സ്പീഡ് ഈസ് ആൾസോ എ മാറ്റർ. വളരെ ഹൈ സ്പീഡിൽ ബാക്കിയുള്ളത് വെച്ച് വെൽഡ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽഡ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി, ഹൈ സ്പീഡ് ആൻഡ് പ്രിസിഷൻ, ഇതാണ് അഡ്വാൻറ്റേജ്. Then friction welding is primarily used for dissimilar materials, thin sheet, thick rod and tubes, non-metallic materials. ഓപ്ഷൻ സി. ഓപ്ഷൻ സി, തിക്ക് റോഡ് ആൻഡ് ട്യൂബ്സ്. മെയിൻ ആയിട്ട് നമ്മൾ ഫ്രിക്ഷൻ വെൽഡിങ് യൂസ് ചെയ്യുന്ന പറയുന്നത് സിലിണ്ട്രിക്കൽ റോഡ്സ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ട്യൂബ്സ്, ഇതിനെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സിലിണ്ട്രിക്കൽ വർക്ക് പീസിൽ ഒരെണ്ണം റൊട്ടേറ്റ് ചെയ്യും,
ഒരെണ്ണം സ്റ്റേഷനറി ആയിട്ടിരിക്കും. അത് നമ്മൾ ആദ്യം ബേസിക് ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് പഠിച്ച സാധനം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. സോ ഇറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ തിക്ക് റോഡ്സ് ആൻഡ് ട്യൂബ്സ്. ഓക്കെ, സർ അതിൽ ഡിസിമിലർ മെറ്റീരിയൽസും പറയുന്നില്ലേ? ഡിസിമിലർ മെറ്റീരിയൽസിനെ ചെയ്യാം, പക്ഷെ ഡിസിമിലർ മെറ്റീരിയൽസിനെ ചെയ്യാന്നുള്ളതല്ല എൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് നമ്മൾ എന്തിനാണ്, സിലിണ്ട്രിക്കൽ റോഡ്സും ട്യൂബ്സിനെ ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ. Then which type of friction welding uses a non-consumable rotating tool to join materials? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, വേറെ രീതി ചോദിച്ചിരിക്കുന്നു. ഏതാണ് ഓപ്ഷൻ? ഞാൻ വായിക്കണ്ടല്ലോ, പറഞ്ഞു. ബി. ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ്. ഈ ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ് ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഈ ഏരിയ എന്നുള്ള ക്വസ്റ്റിനെ. റൊട്ടേറ്റിംഗ് ടൂള്, സ്റ്റേഷനറി വർക്ക് പീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. ഓക്കെ, FSW എന്ന് മാത്രം കൊടുത്തിട്ടും ചിലപ്പം ചോദിക്കാറുണ്ട്. FSW എന്ന് ഷോർട്ട് ഫോമിൽ എഴുതാറുണ്ട് ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ്ങിനെ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ഈസ്, ഇത് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തില്ല. ഈ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒക്കെ കണ്ടുവരാറുണ്ട് നമുക്ക് PSCയിലും. ഇത് ഗേറ്റിന് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ പഠിച്ചിട്ടില്ല, ഇപ്പൊ നമുക്ക് പഠിക്കാം. പക്ഷെ നിങ്ങളിൽ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. സോ വാട്ട് സീക്വൻസ് ഈസ് ദ ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഹീറ്റ് എഫക്റ്റഡ് സോൺ? ഇൻക്രീസിംഗ് ഓർഡർ ആണ്. ഹീറ്റ് എഫക്റ്റഡ് സോൺ കൂടി വരുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏറ്റവും കുറവ് വരുന്നത് ആദ്യം വരണം. സോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം. ഏറ്റവും കുറവ് ഏതായിരിക്കും ഹീറ്റ് എഫക്റ്റഡ് സോൺ? ഏതിനായിരിക്കും? ഈ താഴെ തന്നിരിക്കുന്ന 4 ലേസർ ബീം, മിഗ്, സബ്മർജ്ഡ്, ആർക്ക്. ഇതിൽ ഏറ്റവും കുറവ് ഹീറ്റ് എഫക്റ്റഡ് സോൺ വരിക ഏതിനായിരിക്കാം? ആർക്കൻ. ഏറ്റവും കുറവ് വരിക, കുറവ് ഏറ്റവും കുറവ് ലേസർ ബീം ആണ്. ലേസർ ബീം. ഓക്കെ, ഹീറ്റ് എഫക്റ്റഡ് സോൺ ഏറ്റവും കുറവ് വരണമെങ്കിൽ ഏറ്റവും പ്രിസൈസ് ആയിട്ട് വെൽഡ് ചെയ്യണം. നമുക്ക് വെൽഡ് ചെയ്യേണ്ട എവിടെയാണോ ആ ഒരു ലൈനിൽ കൂടെ മാത്രം വെൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ സൈഡിലുണ്ടാകുന്ന ഹീറ്റ് എഫക്റ്റഡ് സോൺ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞത്. സോ ആദ്യമേ എന്ത് വരണം? ഏറ്റവും കുറവുള്ള വരണം. സോ ഏറ്റവും കുറവ് വരിക ലേസർ ബീമിനാണ്. സോ യു ക്യാൻ അവോയ്ഡ് എലിമിനേറ്റ് ദ ഓപ്ഷൻ ബി ആൻഡ് സി. ഇനി ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഏതിനായിരിക്കുന്നു ആലോചിച്ച് നോക്കിയേ. ഏറ്റവും കൂടുതൽ വരാൻ ബി ആൻഡ് സി എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഐഡിയ കിട്ടും. ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും അല്ലെ? ഏറ്റവും കൂടുതൽ വരിക ആർക്ക് വെൽഡിങ്ങിനാണ്. കാരണം ആർക്ക് വെൽഡിങ്ങിന് നമുക്ക് പ്രത്യേകിച്ച് ഷീൽഡിങ് ഒന്നും കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഷീൽഡ് കൊടുത്തിട്ടുള്ള ആർക്ക് വെൽഡിങ്ങിനെ പറ്റിയിട്ടല്ല പറയുന്നത്, നോർമൽ ആർക്ക് വെൽഡിങ്. സോ നോർമൽ ആർക്ക് വെൽഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് എഫക്റ്റഡ് സോൺ വരിക. സോ സൈഡിലോട്ടൊക്കെ പോകും. വേറെ ഏതെങ്കിലും ഷീൽഡിംഗ് കൂടെ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിഡേഷനൊക്കെ കുറച്ചിട്ട് ആ സ്പാറ്ററിങ്ങും ഒക്കെ ഒഴിവാക്കിയിട്ട് ഹീറ്റ് എഫക്റ്റഡ് സോൺ കുറച്ചുകൊണ്ട് വരാം. സോ ഏറ്റവും കുറവ് ഉറപ്പായിട്ടും ലേസർ ബീമിനായിരിക്കും. ഏറ്റവും കൂടുതൽ വരിക നോർമൽ ആർക്ക് വെൽഡിങ്ങിനായിരിക്കും. പിന്നെ അതിന് ഇടയ്ക്ക് വരുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് മിഗും സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ്. മിഗും സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ഇതിൽ മിഗ് ആണ് ബെറ്റർ. ഹീറ്റ് എഫക്റ്റഡ് സോൺ കുറച്ചുകൂടെ കുറയ്ക്കുന്നത് മിഗ് ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. സോ ലേസർ ബീമിനാണ് ഏറ്റവും കുറവ്, അത് കഴിഞ്ഞാൽ മിഗിനാണ്, അത് കഴിഞ്ഞ് സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്ങിന്, ദെൻ ഏറ്റവും കൂടുതൽ കൺവെൻഷണൽ ആയിട്ടുള്ള ആർക്ക് വെൽഡിങ്ങിന്. കൺവെൻഷണൽ ആർക്ക് വെൽഡിംഗ് ആണ് ജസ്റ്റ് ഈ ആർക്ക് എന്ന് കൊടുത്തിരിക്കുന്നത്, കൺവെൻഷണൽ ആർക്ക് വെൽഡിങ്ങിന്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഈസ് ഫ്രിക്ഷൻ വെൽഡിംഗ്? ഫ്രിക്ഷൻ വെൽഡിംഗ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടൈപ്പാണ്? സോളിഡ് സ്റ്റേറ്റ് പ്രോസസ്, ഫ്യൂഷൻ പ്രോസസ്, കെമിക്കൽ ബോണ്ടിങ് പ്രോസസ്, നോൺ വെൽഡബിൾ പ്രോസസ്. എന്ത് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണെന്ന് ഫ്രിക്ഷൻ വെൽഡിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, സോളിഡ് സ്റ്റേറ്റ് പ്രോസസ് അല്ലെ. സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ് ഈ ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ മെൽറ്റ് ചെയ്തല്ല ജോയിൻ ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിച്ച് അങ്ങ് ജോയിൻ ആവുക ചെയ്യുന്നത്. ഇത് മെൽറ്റിങ് നടക്കുന്നില്ല, ഒരു ഫേസ് ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിച്ച് ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ് എന്ത് ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റ് പ്രോസസ് ആണ്. ഒന്ന് ഓർത്തിരുന്നോണ്ട്, അതെ സോളിഡ് സ്റ്റേറ്റ് ആണ്. Which of the following materials can be welded using laser beam welding? Only ferrous material, non-metallic materials, metals and thermoplastics, only aluminum alloys. നമ്മൾ ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏതിനാണ് നമ്മൾ ലേസർ ബീം വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്? ഏതിനായിരുന്നു നമ്മൾ യൂസ് ചെയ്യുക? എ ആണോ? ഫെറസ് മെറ്റീരിയൽസ് മാത്രമല്ല, നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസിന് വെൽഡ് ചെയ്യാം. സി അല്ലേ? ഓപ്ഷൻ സി. സോ മെറ്റൽസിന് എല്ലാ ടൈപ്പ് മെറ്റൽസിനെയും നമുക്ക് വെൽഡ് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ ദ പ്രോപ്പർട്ടി ഡിപ്പെൻസ് ആണ്. ദെൻ തെർമോപ്ലാസ്റ്റിക്സിനെയും വെൽഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലേസർ ബീം യൂസ് ചെയ്യാം. സോ മെറ്റൽസ് ആൻഡ് തെർമോപ്ലാസ്റ്റിക്സ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ആൻസർ.
Next is, what is the primary principle behind friction welding? Melting of materials, converting mechanical energy into heat energy, using high voltage to melt the material, chemical bonding between the material. Option B, converting mechanical energy to heat ആ അതെ, ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. മെക്കാനിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറ്റാം അല്ലെ. നമ്മൾ രണ്ട് വർക്ക് പീസ് തമ്മിൽ ഒരു റിലേറ്റീവ് മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ മെക്കാനിക്കൽ എനർജി കാരണമാണ് ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യുന്നത്. സോ ആ ഫ്രിക്ഷൻ കാരണമാണ് ഹീറ്റ് എനർജി ഉണ്ടാകുന്നത്. സോ ഇവിടെ മെക്കാനിക്കൽ എനർജിയാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നത്. സോ ആൻസർ ബി, കൺവെർട്ടിംഗ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി. Which type of welding is most suitable for joining thin materials requiring high precision? Arc welding, laser beam welding, friction stir welding, MIG welding. ഓപ്ഷൻ ബി നമ്മൾ പറഞ്ഞാണല്ലോ. അതെ, ലേസർ ബീം വെൽഡിങ് വളരെ പ്രിസൈസ് ആയിട്ട് സർക്യൂട്ട്സ് ഒക്കെ വെൽഡ് ചെയ്യുന്നതിനൊക്കെ, തിന്നായിട്ടുള്ള സർക്യൂട്ട്സ് ഒക്കെ വെൽഡ് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ലേസർ ബീം വെൽഡിംഗ് ആണ്. സോ ഓപ്ഷൻ ബി, ലേസർ ബീം വെൽഡിംഗ്. നെക്സ്റ്റ് ഈസ്, which process in friction welding involves one workpiece rotating at a high speed while the other is stationary? Okay, തെറ്റിപ്പോരുത്. താഴെ തന്നിരിക്കുന്നത് ഏത് ടൈപ്പ് ഫ്രിക്ഷൻ വെൽഡിങ്ങിലാണ് ഒരു വർക്ക് പീസ് റൊട്ടേറ്റിങ്ങും ഒരു വർക്ക് പീസ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത്? നേരത്തെ നമുക്ക് ടൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഏതാണ് ഓപ്ഷൻ? റോട്ടറി ഫ്രിക്ഷൻ. ഓപ്ഷൻ സി, റോട്ടറി ഫ്രിക്ഷൻ. നമ്മളത് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലായിക്കോണേ. ഫ്രിക്ഷൻ വെൽഡിങ്ങിനകത്ത് ടൂളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, വർക്ക് പീസ് സ്റ്റേഷനറി ആണ്. രണ്ട് വർക്ക് പീസിൽ ഒരെണ്ണം റൊട്ടേറ്റ് ചെയ്യുക, ഒരെണ്ണം സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് റോട്ടറി ഫ്രിക്ഷൻ വെൽഡിങ്ങിലാണ്. അല്ലെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അതിന്റെ ഇമേജ് ഒക്കെ. നെക്സ്റ്റ് ഈസ്, വാട്ട് ഈസ് എ ടിപ്പിക്കൽ വാക്വം പ്രഷർ റിക്വയർഡ് ഫോർ ഇലക്ട്രോൺ ബീം വെൽഡിംഗ്? EBWന്റെ വാക്വം പ്രഷറിന്റെ റേഞ്ച് എത്രയാണെന്ന്? 1 to 10 ടോർ. ഓപ്ഷൻ ബി 10⁻⁵, 10⁻⁵ to 10⁻�6 ടോർ. അതാണ് കറക്റ്റ് ആൻസർ. അതൊന്ന് ഓർത്തിരുന്നോണേ, കാരണം അങ്ങനെ തന്നെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്, നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് അതേ വാല്യൂ തന്നെ ചോദിച്ചിട്ടുണ്ട്, 10⁻⁵ to 10⁻�6 ടോർ. Next is, which component act as a cathode in EBW process? EBW പ്രോസസ്സിൽ നമ്മളൊരു കാഥോഡ് പറഞ്ഞിരുന്നു, കാഥോഡ് ഗൺ. ഈ കാഥോഡിന്റെ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. കോപ്പർ ഫിലമെന്റ്, ടങ്സ്റ്റൺ ഫിലമെന്റ്. സോ അവിടെ ആൻസർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്, ഞാൻ അറിയാതെ ഇട്ടതാണ്, ആനിമേഷൻ കൊടുക്കാൻ വിട്ടുപോയത്. കാർബൺ ഇലക്ട്രോഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ റോഡ്. സോ ഓപ്ഷൻ ബി ആണ്, ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് അവിടെ കാഥോഡ് ഗണ്ണായിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ്, വാട്ട് ഈസ് ദ മാക്സിമം പെനട്രേഷൻ ഡെപ്ത് ഓഫ് EBW ഇൻ എ സിംഗിൾ പാസ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നമ്മൾ ക്ലാസ്സിൽ അതേപോലെ പറഞ്ഞിട്ടുള്ളതാണ്. EBW സിംഗിൾ പാസിലെ മാക്സിമം പെനട്രേഷൻ ഓപ്ഷൻ സി 100 mm. അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോണം. ഇതുപോലുള്ള ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ബാക്കിയൊക്കെ തിയറി ഒക്കെ പഠിച്ച് വായിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ചില വാല്യൂസ്, ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ എപ്പോഴും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ അതെവിടെയെങ്കിലും നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. സിംഗിൾ പാസിൽ EBW മാക്സിമം പെനട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ് ടു 100 mm. 100 mm ആണ് മാക്സിമം പെനട്രേഷൻ ആണ് കേട്ടോ. Then what is the principle of resistance welding? Resistance to flow of electrons generates heat. Use of filler metals for joint formation. High frequency induction to melt metals. Ultrasonic vibration. ഓപ്ഷൻ എ. ഓപ്ഷൻ എ തന്നെയാണ്. അത് കൺഫ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നൊക്കെ പറഞ്ഞു ചെയ്തേക്കുന്നത്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനം എന്തുവാ? കറണ്ടിന്റെ റെസിസ്റ്റൻസ്, കറണ്ടിന് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് കാരണം ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വെൽഡ് ചെയ്യുന്നതിനെയാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റ്സ് ഹീറ്റ്. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ഈസ്, വിച്ച് റെസിസ്റ്റൻസ് വെൽഡിംഗ് ടൈപ്പ് യൂസസ് വീൽ ഇലക്ട്രോഡ്? വീൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന ഏത് വെൽഡിങ്ങിലാണ്? സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, ഫ്ലാഷ് വെൽഡിംഗ്? ബി. ഓപ്ഷൻ ബി, സീം വെൽഡിംഗ്. സീം വെൽഡിംഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വീല് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വെൽഡിങ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്പോട്ട് വെൽഡിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു വേറൊരു പേരായിട്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് വെൽഡ് ചെയ്ത് പോകുന്നതിനാണ്. കണ്ടിന്യൂസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റൊട്ടേറ്റിംഗ് വീല് യൂസ് ചെയ്യുന്നത് തന്നെ. സോ റൊട്ടേറ്റിംഗ് വീൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന ആ വെൽഡിങ്ങിന് പറയുന്ന പേര് ഇറ്റ് ഈസ് സീം വെൽഡിംഗ്. ഓപ്ഷൻ ബി, സീം വെൽഡിംഗ്. Next is, which parameter in resistance welding primarily controls the heat generation? Resistance of material, current, voltage, time of application. Current.
എന്തുകൊണ്ടാണ് കറണ്ട് പറഞ്ഞതെന്നറിയോ? നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യും, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും, എത്ര നേരം നമ്മൾ കറണ്ട് കൊടുക്കും എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ വൈ ഇറ്റ് ഈസ് ദ കറണ്ട് ഈസ് എ പ്രൈമറി ഫാക്ടർ? എന്തുകൊണ്ടത്? നമുക്ക് അത് ഇങ്ങനെ ഓർത്തിരുന്നാലും മതി. അതെ, H ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് I²RT ആണ് അല്ലെ. സോ ഇവിടെ റെസിസ്റ്റൻസ് ഡബിൾ ആയി കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് നമ്മൾ 2 ടൈംസ് ആയി കഴിഞ്ഞാൽ ഹീറ്റ് 2 ടൈംസ് ആവും. കൊടുക്കുന്ന ടൈം, എത്ര നേരം കൊടുക്കുന്നുള്ള ടൈം നമ്മൾ 2 ടൈംസ് ആയി കഴിഞ്ഞാലും ഹീറ്റ് എന്താവും? 2 ടൈംസ് ആവും. പക്ഷേ കറണ്ട് 2 ടൈംസ് ആയി കഴിഞ്ഞാൽ എത്ര ടൈംസ് ആവും ഹീറ്റ്? 4 ടൈംസ് ആവും. സോ കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന പാരാമീറ്റർ എന്നിട്ട് എന്തുകൊണ്ടാണ്? കറണ്ട് തന്നെയാണ്. ഓപ്ഷൻ ബി, കറണ്ട്. നെക്സ്റ്റ്, ഇൻ പ്രൊജക്ഷൻ വെൽഡിംഗ് വാട്ട് ഫീച്ചർ എയ്ഡ്സ് ഹീറ്റ് ലോക്കലൈസേഷൻ? പ്രൊജക്ഷൻ വെൽഡിംഗ് ആണ്, റെസിസ്റ്റൻസ് വെൽഡിംഗിലെ പ്രൊജക്ഷൻ വെൽഡിംഗ്. ഹൈ കറന്റ് ഫ്ലോ, സർഫസ് പ്രൊജക്ഷൻസ്, യൂസ് ഓഫ് റോളർ ഇലക്ട്രോഡ്സ്, ആഡഡ് ഫില്ലർ മെറ്റീരിയൽസ്. ഓപ്ഷൻ ബി, ഹീറ്റ് ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കുറച്ച് പോയിന്റുകളിലായിട്ട് ഹീറ്റ് ലോക്കലൈസ് ചെയ്യാൻ അതിന്റെ റീസൺ എന്താണെന്ന്, അതിന്റെ എന്ത് ഫീച്ചർ കാരണമാണ് അങ്ങനെ വരുന്നത്? സോ ആ സർഫസ് പ്രൊജക്ഷൻ കാരണമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെയായിരുന്നു അല്ലെ. സോ ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട്, ഈ പ്രൊജക്ഷൻസിലാണ് എന്ത് ചെയ്യുക? വെൽഡ് ചെയ്യുക. സോ സർഫസ് പ്രൊജക്ഷൻസിൽ വെൽഡ് ചെയ്യുന്നു. സോ അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. സർഫസ് പ്രൊജക്ഷൻ കാരണമാണ് ഹീറ്റ് ലോക്കലൈസ് ആവുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സർഫസ് പ്രൊജക്ഷൻ. Next is, what is the primary application of flash butt welding? Joining of thin aluminum sheets, assembling large axles and wheels, microelectronic components, structural welding in aerospace. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞെല്ലാം തോന്നുന്നു, പക്ഷേ ഇത് ഒരു എക്സാമിന് ചോദിച്ചേക്കുന്നത് കണ്ടോണ്ട് പ്രീവിയസ്ലി കൊടുത്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇട്ടിരുന്നതാണ്. സോ ആ ആപ്ലിക്കേഷൻ ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അറിയാവർക്കെങ്കിലും? നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചാലും മതി. ഓപ്ഷൻ ബി ആണ്, അസംബ്ലിംഗ് ലാർജ് ആക്സിൽസ് ആൻഡ് വീൽസ്. ആക്സിൽസ് അസംബിൾ ചെയ്യുന്നിടത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ബട്ട് വെൽഡിംഗ്. ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്, നോർമൽ ബട്ട് വെൽഡിംഗ് അല്ല, ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്. നമുക്കറിയാതെ എന്താ ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് എന്നുള്ളത്. ഒരു ഫ്ലാഷ് പ്രൊഡ്യൂസ് ചെയ്യും, അത് പിന്നെ ട്രിം ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ സാധനം. സോ ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്. ദെൻ വിച്ച് വെൽഡിംഗ് പ്രോസസ് ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ക്രിയേറ്റിംഗ്? ആ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതല്ല, ഇപ്പോഴൊക്കെ പഠിച്ചോണത്. ഈ ക്വസ്റ്റിന്റെ കൂടെ ഒന്ന് പഠിച്ചോ. ഫ്ലാഷ് ബട്ട് വെൽഡിംഗിന്റെ ആപ്ലിക്കേഷൻ അസംബ്ലിംഗ് ലാർജ് ആക്സിൽസ് ആൻഡ് വീൽസ് ആണ്. വിച്ച് വെൽഡിംഗ് പ്രോസസ് ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ക്രിയേറ്റിംഗ് എയർ ടൈറ്റ് സീംസ്? പേരിനകത്ത് തന്നെ പറയാ, പക്ഷെ എയർ ടൈറ്റ് എന്നുള്ള ഏതാണ്? സീം വെൽഡിംഗ്. ഈ എയർ ടൈറ്റ് സീംസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. കാരണം സ്പോട്ട് വെൽഡിങ്ങിലും പ്രൊജക്ഷൻ വെൽഡിങ്ങിലും ഫ്ലാഷ് വെൽഡിങ്ങിലും ഒക്കെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ സീം വെൽഡിങ്ങിൽ നമുക്കൊരു കണ്ടിന്യൂസ് വെൽഡിംഗ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. ഒരു കണ്ടിന്യൂസ് വെൽഡിങ് ഒരു വീൽ വെച്ചിട്ടുണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള നമ്മൾ ബോയിലറിന്റെ സർഫസ് ഒക്കെ വെൽഡ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. സോ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു വെൽഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സീം വെൽഡിംഗ് യൂസ് ചെയ്യുക. സീം വെൽഡിംഗ്, ഓപ്ഷൻ ബി. Next is, why is resistance welding difficult for copper? കോപ്പർ വെൽഡ് ചെയ്യാനായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് വെൽഡിംഗ് യൂസ് ചെയ്യാത്തതിന്റെ റീസൺ എന്താണെന്ന്? സോ ഡ്യൂ ടു ദ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ലോ മെൽറ്റിംഗ്, ഹൈ ടഫ്നെസ്. എന്താണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. കോപ്പറിന് നല്ല കണ്ടക്ടിവിറ്റി ഉണ്ട്. ഈ കണ്ടക്ടിവിറ്റി ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം നമുക്ക് റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്? അതെ അതെ അല്ലെ. സോ നമുക്ക് കണ്ടക്ടിവിറ്റി കുറഞ്ഞാൽ മാത്രമേ റെസിസ്റ്റൻസ് വരത്തുള്ളൂ. കണ്ടക്ടിവിറ്റി കൂടുന്നതോടെ റെസിസ്റ്റൻസ് കുറയുമല്ലോ. സോ കണ്ടക്ടിവിറ്റി കുറഞ്ഞാൽ മാത്രമേ റെസിസ്റ്റൻസ് ഉണ്ടാകത്തുള്ളൂ. റെസിസ്റ്റൻസ് കൂടിയാൽ മാത്രമേ നമുക്ക് റെസിസ്റ്റൻസ് വെൽഡിങ്, ആ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ഹീറ്റ് ജനറേഷനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ നമുക്ക് റെസിസ്റ്റൻസ് വെൽഡിങ് അത്ര ആപ്ലിക്കബിൾ അല്ല. Then which is the main limitation of EBW, electron beam welding, compared to other welding methods? High distortion, use of filler material, requirement of vacuum, inability to weld thick materials. Option C, vacuum അല്ലെ. നമുക്ക് വാക്വം വേണ്ട ഒരു മെത്തേഡ് ആണ് എന്ത് EBW എന്ന് പറയുന്നത്. അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. Next, in EBW, what ensures the beam remains focused? ആ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിലെ ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്ത് നിർത്തുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് കമ്പോണന്റ് ആണെന്ന്?
ടങ്സ്റ്റൺ ഫിലമെന്റ്, ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസസ്, ആനോഡ് വോൾട്ടേജ്, ഹൈ കറന്റ് ഫ്ലോ. B. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ്. ആ ലെൻസ് യൂസ് ചെയ്താണ് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. Which material is not commonly welded using electron beam welding? Titanium, plastic, stainless steel, aluminum. സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് വെച്ചിട്ട് നമ്മളധികം വെൽഡ് ചെയ്യാത്തത് അല്ലേ? ഓപ്ഷൻ ബി പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യാത്ത പ്ലാസ്റ്റിക് മെറ്റീരിയൽ. സോ മെറ്റൽസ്, ഫെറസ്, നോൺ ഫെറസ് മെറ്റൽസ് ഒക്കെ നമ്മൾ വെൽഡ് ചെയ്യും, പക്ഷേ പ്ലാസ്റ്റിക്സ് അധികം വെൽഡ് ചെയ്തില്ല. തെർമോപ്ലാസ്റ്റിക്സ് വെൽഡ് ചെയ്യുന്ന മെത്തേഡ് ലേസർ ബീം ആയിരുന്നു. EBM അല്ല, ലേസർ ബീം വെച്ചിട്ടായിരുന്നു നമ്മൾ വെൽഡ് ചെയ്യുന്നത്. സോ പ്ലാസ്റ്റിക്സ് നമ്മൾ EBM വെച്ചിട്ട് അങ്ങനെ വെൽഡ് ചെയ്യില്ല. സോ ഓപ്ഷൻ ബി ഇസ് ദാറ്റ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡിഫ്ലക്റ്റിംഗ് കോയിൽസ് ഇൻ EBW? നമ്മൾ ലേസർ ബീമിനകത്തെ കൂട്ട് തന്നെ EBWയിലും ആ കമ്പോണൻസിന്റെ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പനും ചോദിക്കാറുള്ളതാണ് ഓരോന്ന് തന്നിട്ട് ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ തന്നിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാണെന്നുള്ള രീതിയിൽ. സോ അത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നോണം. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡിഫ്ലക്റ്റിംഗ് കോയിൽ? EBWനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫ്ലക്റ്റിംഗ് കോയിലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന്. ടു ജനറേറ്റ് ദ ഇലക്ട്രോൺ ബീം, ഫോക്കസ് ദ ഇലക്ട്രോൺ ബീം, കൺട്രോൾ ദ ബീം പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ, ആക്സിലറേറ്റ് ദ ഇലക്ട്രോൺ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്താണ്? കൺട്രോൾ ദ ബീം പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ. ബീം പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി ആണ് ഡിഫ്ലക്റ്റിംഗ് കോയിൽ. Then what does a narrow heat affected zone in EBW indicate? ഒരു ചെറിയ ഹീറ്റ് അഫക്റ്റഡ് സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുവർ വെൽഡ് ക്വാളിറ്റി, മിനിമൽ തെർമൽ ഡിസ്റ്റോർഷൻ, ഹൈ ഫില്ലർ മെറ്റീരിയൽ യൂസേജ്, റെഡ്യൂസ്ഡ് പ്രിസിഷൻ. സോ എന്താണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ്? ബി. മിനിമൽ തെർമൽ ഡിസ്റ്റോർഷൻ. മിനിമൽ തെർമൽ ഡിസ്റ്റോർഷൻ. Next is, which parameter affect the width of the weld bead in EBW? ഇലക്ട്രോൺ ബീം വെൽഡിംഗിലെ വിഡ്ത്തിനെ എഫക്ട് ചെയ്യുന്ന പാരാമീറ്റർ ഏതാണ്? ബീം കറണ്ട്, വാക്വം പ്രഷർ, ബീം വോൾട്ടേജ്, ട്രാവൽ സ്പീഡ്. നമ്മൾ മറ്റേതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിൽ അങ്ങനെ ഓരോ പാരാമീറ്റർ എടുത്തിട്ട് അങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് പഠിച്ചിട്ടില്ല. ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് ആണ്. സോ വെൽഡ് ബീഡിന്റെ വിഡ്ത്തിനെ കൺട്രോൾ ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ബീം കറണ്ട് ആണ്. ബീം കറണ്ട്. ഇവിടെ EBWയില് വോൾട്ടേജ് എഫക്ട് ചെയ്യുന്നത് അതിന്റെ ഡെപ്തിനെയാണ്. സോ ഡെപ്ത് ഓഫ് പെനട്രേഷനെയാണ് വോൾട്ടേജ് എഫക്ട് ചെയ്യുന്നത്. സോ വോൾട്ടേജ് കൂടുവാണെങ്കിൽ ഡെപ്ത് ഓഫ് പെനട്രേഷൻ കൂടും, കറണ്ട് കൂടുവാണെങ്കിൽ ഇതിന്റെ വിഡ്ത്ത് കൂടും. ഓക്കെ. നെക്സ്റ്റ് ഈസ്, ഇൻ റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിംഗ് വാട്ട് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഇലക്ട്രോഡ്സ്? റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിംഗിൽ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ സി കോപ്പർ അലോയ്. കറക്റ്റ് ആണ്. ഓപ്ഷൻ സി കോപ്പർ അലോയ്. In flash butt welding, what happens to the melted material forced out of the joint? It is absorbed into the weld pool. It forms a solidified weld cap. It is removed by grinding. It creates a weak joint. ഓപ്ഷൻ ബി. It forms a solidified weld cap. ആണോ? ഫ്ലാഷ് ബട്ട് വെൽഡിങ്ങില് പുറത്തേക്ക് വരുന്ന ജോയിന്റിന്റെ പുറത്തേക്ക്, ഫ്ലാഷ് ബട്ട് വെൽഡിങ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രണ്ട് ജോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരും, ഈ ഭാഗത്ത് പ്രൊജക്ഷൻ വരും. അതിനെ എന്ത് ചെയ്യുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓപ്ഷൻ സി. അത് ഗ്രൈൻഡ് ചെയ്ത് കളയും അല്ലെ? സോ ഇറ്റ് ഈസ് റിമൂവ്ഡ് ബൈ ഗ്രൈൻഡിങ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. വാട്ട് ടൈപ്പ് ഓഫ് ജോയിന്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഇൻ റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിംഗ്? റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിംഗിൽ ഏത് ടൈപ്പ് ജോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്? കോർണർ ജോയിന്റ്, ബട്ട് ജോയിന്റ്, ലാബ് ജോയിന്റ്, എഡ്ജ് ജോയിന്റ്? ഏതാ അറിയൂ? ലാബ് ജോയിന്റ് ആണ് അല്ലേ? സോ സ്പോട്ട് വെൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റിന് മുകളിൽ വേറൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ വെൽഡ് ചെയ്യുന്നത്, സ്പോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലാബ് ജോയിന്റ്. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അറൌണ്ട് 45 ക്വസ്റ്റ്യൻസോളം ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ്സിലുമായിട്ട് അറൌണ്ട് 100 ക്വസ്റ്റ്യൻസ് MCQ ഡിസ്കഷനിൽ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ക്ലാസ് ടെസ്റ്റുകളിൽ ഓരോ പോർഷനിൽ നിന്നും 20 അറൌണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക, വായിച്ച് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ആയിട്ട് നോക്കുക.
തിയറി പഠിച്ചതിന് ശേഷം, തിയറി നിങ്ങൾ ആരെങ്കിലും തിയറി നോക്കാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിയറി പഠിച്ചതിന് ശേഷം ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ചില അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പുതുതായിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ചോദിച്ചിട്ടുള്ളത്. ബാക്കി നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്കതും നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്തത് തന്നെയാണ്. ഒരു 95% ക്വസ്റ്റ്യൻസും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള പല എക്സാംസിനും, ഈവൻ ഗേറ്റ് ESCക്ക് ചോദിച്ചിട്ടുള്ളത് പോലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷനിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഓൾ.